A patient with tuberculosis is being treated with isoniazid. She develops paresthesia, muscle aches and unsteadiness. Peripheral neuropathy വരുന്നത്. അപ്പൊ pyridoxine supplementation എടുക്കുക. അപ്പൊ ആർക്കൊക്കെയാണോ നമ്മൾ ഐസോനിയാസിഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഡ്രഗ് ഏതൊരു ഡ്രഗ് ബോഡിയിലാണെങ്കിലും മെറ്റബിളൈസ് ആയി പോവാൻ കുറെ എൻസൈംസ് വരുന്നുണ്ട്. പക്ഷെ റാനിറ്റിഡിന് കണ്ടോ മിനിമൽ ആയിട്ടുള്ള സൈറ്റോക്രോം P450 ഇൻഹിബിഷൻ ആണ് പറയുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു എജീസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമുക്കിന്ന് GCC ഫാർമസി എക്സാംസിന് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ക്ലിനിക്കൽ, അതായത് ഇപ്പൊ നമ്മുടെ GCC എക്സാംസിനൊക്കെ കൂടുതൽ നമ്മൾ ക്ലിനിക്കൽ സിനാരിയോ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. അപ്പൊ നമുക്കിന്ന് 2 ക്ലിനിക്കൽ സിനാരിയോ റിലേറ്റ് ചെയ്ത് ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യുന്ന, അതായത് ഫ്രീക്വന്റ്ലി നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A patient with tuberculosis is being treated with isoniazid. She develops paresthesia, muscle aches and unsteadiness. Which of the following vitamin needs to be given in supplemental doses in order to reverse these symptoms or used from the outsets to prevent them in high risk patients? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പേഷ്യന്റിന് ട്യൂബർക്യുലോസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഐസോനിയാസിഡ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഐസോനിയാസിഡിന്റെ ട്രീറ്റ്മെന്റ് സമയത്ത് ഈ പേഷ്യന്റ് എന്തൊക്കെ ഉണ്ടായി? പാരസ്തീഷ്യ, അതുപോലെ തന്നെ എന്താണ് മസിൽ ഏക്സ്, അതുപോലെ അൺസ്റ്റഡിനെസ്, ഇത്രയും സിംറ്റംസ് ഈ പേഷ്യന്റിന് ഈ ഒരു ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് ഉണ്ടായി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ലിസ്റ്റ് ചെയ്തേക്കുന്ന 4 വൈറ്റമിൻസിൽ ഏത് വൈറ്റമിൻസ് നമുക്ക് സപ്ലിമെന്റൽ ഡോസ് ആയിട്ട് കൊടുത്താൽ ഈ ഒരു കണ്ടീഷൻ റിവേഴ്സ് ചെയ്യാം? അതല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫൈലാക്സിസ് പോലെ, ഒരു ഹൈ റിസ്ക് പേഷ്യന്റിൽ പ്രൊഫൈലാക്സിസ് പോലെ ഇതിൽ ഏത് വൈറ്റമിൻ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വൈറ്റമിൻ B1, വൈറ്റമിൻ B6, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ കെ, ഇതിൽ ഏത് വൈറ്റമിൻ ആയിരിക്കും നമ്മൾ ഈ ഒരു ഐസോനിയാസിഡ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുന്നത്? അപ്പൊ നമുക്കറിയാം വൈറ്റമിൻ B1 എന്താണ്? തൈമിൻ ആണ്. തൈമിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായാൽ എന്തൊക്കെയായിരിക്കും നമുക്ക് ഉണ്ടാവുക? നമുക്ക് തൈമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ബെറിബെറി അല്ലെങ്കിൽ വെർണിക്സ് എൻസെഫാലോപ്പതി എന്ന് പറയും. ഇതാണ് നമ്മൾ കോമൺലി കാണുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു B1 ഡെഫിഷ്യൻസി വരുമ്പോൾ. അതേപോലെ വൈറ്റമിൻ സി ആണെങ്കിലും നമുക്ക് ന്യൂറോളജിക്കൽ സിംറ്റംസ് അങ്ങനെ പറയുന്നില്ല. നമ്മൾ അയൺ അബ്സോർപ്ഷൻ ഒക്കെ വൈറ്റമിൻ സിന്റെ കൂടെ എടുത്താൽ ഇംപ്രൂവ് ചെയ്യും എന്ന് പറയും. പക്ഷേ ഈ ഐസോനിയാസിഡ് റിലേറ്റഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസിനൊന്നും നമുക്ക് വൈറ്റമിൻ സി വെച്ച് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ വരുന്നത് വൈറ്റമിൻ കെ നമുക്കറിയാം ക്ലോട്ടിംഗ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതിനാണ് നമ്മൾ വൈറ്റമിൻ കെ കൊടുക്കുന്നത്. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഏതാണ്? വൈറ്റമിൻ B6, ദാറ്റ് ഇസ് പിരിഡോക്സിൻ. അപ്പോൾ നമുക്ക് ഐസോനിയാസിഡ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു പേഷ്യന്റിന് ഈ ന്യൂറോളജിക്കൽ സിംറ്റംസ് വരാതിരിക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് സപ്ലിമെന്റൽ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B6 ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇപ്പൊ നമ്മുടെ വൈറ്റമിൻ B6 എടുക്കുമ്പോൾ നമുക്കറിയാം ഐസോനിയാസിഡ് എടുക്കുന്ന ഒരാൾക്ക് വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഐസോനിയാസിഡ് എന്ത് ഫോം ചെയ്യും? ഒരു ഇനാക്റ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യും. എന്തുമായിട്ട്? പിരിഡോക്സിൽ ഫോസ്ഫേറ്റ് ആയിട്ട് ഒരു ഇനാക്റ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ ഒരു ഇനാക്റ്റീവ് കോംപ്ലക്സ് വന്നിട്ട് യൂറിനറി വഴി, അതായത് ദാറ്റ് ഇസ് യൂറിനറി എക്സ്ക്രീഷൻ, യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആയി പോവുകയാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് അവിടെ ഒരു വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ ഒരു വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എഫക്ട് അവിടെ കിട്ടുന്നില്ല. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ സിന്തസിസ് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. അപ്പോൾ അവിടെ റെഡ്യൂസ്ഡ് ഗാബ സിന്തസിസ് നടക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഈ പേഷ്യന്റിന് പറഞ്ഞില്ലേ ന്യൂറോളജിക്കൽ സിംറ്റംസ് ഒക്കെ, ആ സിംറ്റംസ് ഒക്കെ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് പെരിഫറൽ ന്യൂറോപ്പതി ആണ് നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് ഡോസ് റിലേറ്റ് ആയിട്ട് നമ്മൾ ഐസോനിയാസിഡ് എടുക്കുമ്പോൾ കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ സിംറ്റംസ് വരും? നമുക്ക് പരസ്തീഷ്യ വരാം, നംനെസ് വരാം, ഒരു ടിങ്ക്ലിംഗ് സെൻസേഷൻ വരാം നമുക്ക്, അതുപോലെ ഒരു മസിൽ വീക്ക്നെസ്, അതുപോലെ അൺസ്റ്റഡി ഗേറ്റ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം വരുമ്പോൾ, ദാറ്റ് ഇസ് നമ്മുടെ പെരിഫറൽ ന്യൂറോപ്പതി വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ പിരിഡോക്സിൻ, അതായത് പിരിഡോക്സിൻ ഡെഫിഷ്യൻസി കാരണമല്ലേ ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി വരുന്നത്. അപ്പൊ പിരിഡോക്സിൻ സപ്ലിമെന്റേഷൻ എടുക്കുക. അപ്പൊ ആർക്കൊക്കെയാണോ നമ്മൾ ഐസോനിയാസിഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അവർക്കൊക്കെ എന്ത് കൊടുക്കുക? നമ്മുടെ പിരിഡോക്സിന്റെ ഈ ഒരു സപ്ലിമെന്റേഷൻ കൊടുക്കുക. അതുപോലെ എന്താണ്? വൈറ്റമിൻ B6 സപ്ലിമെന്റേഷൻ ഡസ് നോട്ട് റെഡ്യൂസ് ദി ആന്റി ട്യൂബർക്കുലർ എഫിക്കസി ഓഫ് ഐസോനിയാസിഡ്. ഐസോനിയാസിഡിന്റെ ആ ഒരു ആന്റി ട്യൂബർക്കുലർ എഫിക്കസിന് നമ്മുടെ പിരിഡോക്സിൻ എഫക്ട് ഒന്നും ചെയ്യുന്നില്ല. അതായത് അതിലൊരു പ്രോബ്ലം ആ ഒരു എഫിക്കസിയിൽ വരുന്നില്ല.
അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഹൈ റിസ്ക് പേഷ്യന്റ് നമുക്ക് പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കാമെന്ന്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്നറിയോ? ആരൊക്കെയാണ് അതിന് അണ്ടറിൽ വരുന്നത്? ഹൈ റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയബറ്റിസ് ഉള്ള ഒരാള്, ആൽക്കഹോളിസം ഭയങ്കരമായിട്ടുള്ള ഒരാള്, മാൽന്യൂട്രീഷൻ, അതുപോലെ പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ്, HIV ഇൻഫെക്ഷൻ, ക്രോണിക് കിഡ്നി ഡിസീസ്, അതുപോലെ എൽഡർലി പേഷ്യന്റ്. ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ റിസ്ക് ഗ്രൂപ്പിൽ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി വരാൻ ചാൻസ് ഉള്ളവർ. അപ്പൊ ഇത്രയും പേർക്കും നമ്മൾ എന്തായാലും ഐസോനിയാസിഡ് കൊടുക്കുമ്പോൾ പ്രൊഫൈലാക്സിസ് പോലെ നമ്മൾ എന്ത് കൊടുക്കണം? വൈറ്റമിൻ B6 കൊടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇനാക്റ്റീവ് കോംപ്ലക്സ് ആയിട്ട് എക്സ്ക്രീറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സിന്തസിസ് ഉണ്ടാവാതിരിക്കുമ്പോൾ, ദാറ്റ് ഇസ് ഗാബ സിന്തസിസ് നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി സിംറ്റം കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു B6 സപ്ലിമെന്റേഷൻ കൊടുക്കുന്നത്. ദാറ്റ്സ് വൈ നമ്മൾ എന്ത് സെലക്ട് ചെയ്തു, ആ ഒരു കറക്റ്റ് ആൻസർ ഐസോനിയാസിന്റെ കൂടെ നമ്മൾ B6 ആണ് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തൈമിൻ എന്തിനാണ്? നമുക്ക് ബെറിബെറി, അതുപോലെ വെർണിക്സ്, എൻസെഫലോപ്പതിക്കൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കാണുന്നത്. അതേപോലെ നമ്മുടെ വൈറ്റമിൻ C എന്ന് പറയുമ്പോഴോ, വൈറ്റമിൻ C നമുക്ക് എന്തിനൊക്കെയാണ്? കൊളാജൻ സിന്തസിസ്, വൂണ്ട് ഹീലിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയൺ അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ C വരുന്നത്. അവിടെ നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ഇതൊന്നും റിലേറ്റ് ആയിട്ട് വരുന്നില്ല. പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റമിൻ K ആണ്. അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊയാഗുലേഷൻ, അവിടെ നമുക്ക് ന്യൂറോപ്പതി, അതായത് നമ്മുടെ ഈ ഒരു ഐസോനിയാസിഡ് കാരണം ഉണ്ടാകുന്ന ന്യൂറോപ്പതി ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A patient with multiple medical problem is taking several drugs including theophylline, warfarin, quinidine and phenytoin. Despite the likelihood of interactions, dosages of each are adjusted carefully so that their serum concentration and effect are acceptable. However, the patient suffers from some GI distress and starts taking a drugs provided by one of his well-intended friend. He presents with excessive or toxic effects from all his other medications, and the blood tests reveal that their serum concentration are high, which was the drug the patient most likely self-prescribed and took. അപ്പം ക്വസ്റ്റ്യൻ ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതായത് ഈ ഒരു പേഷ്യന്റിന് കുറെ അധികം ഡ്രഗ്സ് ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. തിയോഫിലിൻ, വാർഫാരിൻ, ക്വിനിഡിൻ, അതുപോലെ ഫെനറ്റോയിൻ. ഇത്രയും ഡ്രഗ് ഈ പേഷ്യന്റ് ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പേഷ്യന്റ് എന്താണ്, കുറച്ച് GI ഡിസ്ട്രസ്, അതായത് GI ഡിസ്കംഫേർട്ട് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇയാളുടെ ഒരു വെൽ ഇന്റൻഡഡ്, അതായത് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ത് ചെയ്തു? ഒരു ഡ്രഗ് സജസ്റ്റ് ചെയ്തു. ഈ ഒരു ഗ്യാസ്ട്രിക് ഡിസ്ട്രസ് കുറയാൻ വേണ്ടി ഒരു ഡ്രഗ് സജസ്റ്റ് ചെയ്തു. പക്ഷെ ഈ ഒരു ഡ്രഗ് എടുത്തപ്പോൾ, അതായത് ഈ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഡ്രഗ് എടുത്തപ്പോഴത്തേക്ക് ഈ പേഷ്യന്റ് എന്ത് സംഭവിച്ചു? ബാക്കി എല്ലാ ഡ്രഗ്സും, ഇപ്പൊ ഈ പേഷ്യന്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രഗ്സും എന്തായി? ആ സെറം കോൺസെൻട്രേഷൻ ഹൈ ആയി, അതായത് ടോക്സിസിറ്റി അവിടെ കാണിച്ചു. അപ്പോൾ ഏത് ഡ്രഗ് ആയിരിക്കും ഈ ഒരു പേഷ്യന്റ് പ്രോപ്പർ ഇന്റർവെൻഷൻ ഇല്ലാതെ എടുത്തത്? A cimetidine, B esomeprazole, C famotidine and D ranitidine. അപ്പൊ ഇതിൽ ഏത് ഡ്രഗ് എടുത്തപ്പോഴായിരിക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടായെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇതിനകത്ത് അറിയാം പേഷ്യന്റ് എന്താണ്, GI ഡിസ്ട്രസ് ഉള്ളത് കൊണ്ടാണ് ഇതിലൊരു മരുന്ന് കൊടുത്തത്. അപ്പം ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ, ഈ പേഷ്യന്റിന് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് എടുത്തപ്പോൾ ബാക്കി ഡ്രഗ് എല്ലാം ടോക്സിസിറ്റി കാണിച്ചു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഡ്രഗ്, ഏതൊരു ഡ്രഗ് ബോഡിയിലാണെങ്കിലും മെറ്റബോളൈസ് ആയി പോവാൻ കുറെ എൻസൈംസ് വരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു എൻസൈം വന്നിട്ട് ഇൻഹിബിറ്റ് ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ഒരു ഇൻഹിബിറ്റ് ആവുന്ന എൻസൈം വഴിയാണ് ബാക്കി ഡ്രഗ്സിന്റെ മെറ്റബോളിസം നടക്കുന്നതെങ്കിൽ ആ മെറ്റബോളിസം എന്താവുകയാണ്? അവിടെ ബ്ലോക്ക് ആവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? മെറ്റബോളൈസ് ആയി ബോഡിയിൽ നിന്ന് പുറത്തു പോകുന്നുമില്ല, അത് അവിടെ അക്യൂമുലേറ്റ് ആവും. അപ്പോൾ ടോക്സിസിറ്റി വരും. അപ്പം അതാണ് ഇവിടത്തെയും ഒരു സിറ്റുവേഷൻ. അപ്പൊ എന്താണ് അതിൽ നമ്മളിപ്പോ നോക്കേണ്ട ഏതൊരു ഡ്രഗ് ആയിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോവുക? ഇപ്പൊ നമ്മൾ എസോമിപ്രസോൾ എടുക്കുവാണ്. എസോമിപ്രസോൾ ഇപ്പം നമ്മൾ പറയുന്നത് സൈറ്റോക്രോം P450 ആണ് ഇവിടെ ഇൻഹിബിറ്റ് ആയിരിക്കുന്നത്. അതായത് നമ്മുടെ സൈറ്റോക്രോം P450 എൻസൈംസിന്റെ ഹെൽപ്പോട് കൂടിയാണ് തിയോഫിലിൻ, വാർഫാരിൻ, ക്വിനിഡിൻ, ഫെനറ്റോയിൻ എല്ലാം എന്താവുന്നത്? മെറ്റബോളൈസ് ആവുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏതാണ് സൈറ്റോക്രോം P450 ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം എസോമിപ്രസോൾ എന്താണ്, നമുക്ക് ആ ഒരു സൈറ്റോക്രോം P450 ഇൻഹിബിഷൻ പറയുന്നില്ല. അതേപോലെ നമ്മുടെ ഫാമോട്ടിഡിൻ ആണെങ്കിലും റാനിറ്റിഡിൻ
ഇൻഹിബിഷൻ ആണെങ്കിലും ഒരു മിനിമൽ അല്ലെങ്കിൽ നോ സൈറ്റോക്രോം P450 ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഡ്രഗ് ഏതാണ്, അതായത് ഏത് ഡ്രഗ് ആണ് ഇപ്പൊ പ്രോബ്ലം ആയിട്ട് വന്നേക്കുന്നത്? സിമിറ്റിഡിൻ. ഏതാണ് നമ്മുടെ സിമിറ്റിഡിൻ, ഫാമോറ്റിഡിൻ അതുപോലെ റാനിറ്റിഡിൻ എല്ലാം എന്താണ്? H2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡ് സപ്രഷൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഇവരെല്ലാം. അപ്പം ഇവിടെ ഉണ്ടായ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ പറയുന്ന സിമിറ്റിഡിൻ എന്താണ്? ഒരു സൈറ്റോക്രോം P450 ഇൻഹിബിറ്റർ ആണ്. അപ്പൊ ഈ ഒരു സൈറ്റോക്രോം P450 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫെനറ്റോയിൻ, വാർഫാരിൻ, ഡിജോക്സിന്റെ ഒക്കെ മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. അപ്പം ഈ ഒരു എൻസൈമിനെ വന്ന് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഡ്രഗ്സിനൊന്നും പ്രോപ്പർ മെറ്റബോളിസം നടക്കത്തില്ല. അപ്പൊ അവർ എന്ത് ചെയ്യുന്നു? ബോഡിയിൽ അക്യുമുലേറ്റ് ആവുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഒബ്വിയസ്ലി സെറം കോൺസെൻട്രേഷൻ എന്താണ്? ഇൻക്രീസ് ആയിട്ട് അത് ടോക്സിസിറ്റിയിലോട്ട് ലീഡ് ചെയ്യും. അതേ സമയത്ത് അതേ ക്ലാസ്സിൽ വരുന്ന വേറെ ഡ്രഗ്സ് നമ്മൾ കണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഫാമോറ്റിഡിനും കണ്ടു, റാനിറ്റിഡിനും കണ്ടു. പക്ഷെ റാനിറ്റിഡിന് കണ്ടോ മിനിമൽ ആയിട്ടുള്ള സൈറ്റോക്രോം P450 ഇൻഹിബിഷൻ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റാനിറ്റിഡിൻ ചൂസ് ചെയ്യാത്തത്. അതേപോലെ ഫാമോറ്റിഡിന് എന്താണ്? ഫാമോറ്റിഡിന് നെഗ്ലിജിബിൾ ആയിട്ടുള്ള സൈറ്റോക്രോം P450 ഇഫക്റ്റ് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡ്രഗും എടുക്കാത്തത്. ഇപ്പൊ ഒരേ ക്ലാസ്സിലാണെങ്കിൽ പോലും എന്താണ് അവിടെ സൈറ്റോക്രോം P450 ഇൻഹിബിഷൻ കൂടുതൽ കാണിക്കുന്നത് ഏതിനാണ്? നമ്മുടെ സിമിറ്റിഡിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സിമിറ്റിഡിൻ ഈ ഒരു കേസിൽ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? സിമിറ്റിഡിൻ ആണ്. സിമിറ്റിഡിൻ ആണ് വന്ന് സൈറ്റോക്രോം P450 എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെറം കോൺസെൻട്രേഷൻ ഓഫ് വാർഫാരിൻ, തിയോഫിലിൻ, ഫെനറ്റോയിൻ ആൻഡ് അതർ ഡ്രഗ്സ് എന്താവുകയാണ്? അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് എസോമിപ്രസോൾ എന്താണ്? അവിടെ ഈ ഒരു ഇൻഹിബിഷൻ അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഒരു പ്രോബ്ലം വരുന്നില്ല. ഫാമോറ്റിഡിനും റാനിറ്റിഡിനും നമ്മൾ കണ്ടു മിനിമൽ ടു നോ സൈറ്റോക്രോം P450 ഇൻഹിബിഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കി 3 ഡ്രഗ് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചൂസ് ചെയ്തത്? സിമിറ്റിഡിൻ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം നമ്മൾ ഇതുപോലെ നമ്മളൊരു ക്ലിനിക്കൽ സിനാരിയോ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമ്മൾ ബാക്കി ഓപ്ഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും, എന്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു, അത് മനസ്സിലാക്കി പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഏതൊക്കെയായിരിക്കും ഇത് റിലേറ്റ് ചെയ്ത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കി എന്തൊക്കെയാണ് അതിനകത്ത് കീ വേർഡ്സ് വരുന്നതെന്ന് നോക്കിയിട്ട് വേണം ആ ഒരു കീ വേർഡ്സ് റിലേറ്റ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു ആൻസറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള GCCയുടെ ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമിയുടെ ഈ ഒരു പേജ് നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു.